നമസ്കാരം. ഇന്നത്തെ വിഷയം ഒന്നാം ക്ലാസ്സിൽ കുട്ടികളെ ചേർക്കുന്ന പ്രായത്തെ പറ്റിയാണ്. അപ്പൊ നമുക്കറിയാം, ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. ഞാൻ ഏത് വീഡിയോ ചെയ്യുമ്പോഴും അതിനോടനുബന്ധിച്ച് അനുബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയും. എപ്പോഴും എല്ലാ കണ്ടന്റിലും അങ്ങനെ തന്നെയാണ് ഞാൻ എടുക്കുക. എനിക്ക് അറിയുന്നതും ഞാൻ റെഫർ ചെയ്തതായിട്ടുള്ള മറ്റു പല കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ടാണ് സത്യത്തിൽ ഒരു വീഡിയോ ആയിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ചില കമന്റിൽ ചില സുഹൃത്തുക്കൾ ഇങ്ങനെ പറയാറുണ്ട്, എന്തിനാ ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് എന്നൊക്കെ കമന്റിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എല്ലാ വ്യക്തികളും ഒരുപോലെയല്ല. ചിലർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ചിലർക്ക് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പകുതി മുക്കാലും അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുമ്പോൾ വളരെ വ്യക്തമാണ്. അപ്പൊ കുറേ കേൾക്കുമ്പോൾ ചിലപ്പോൾ അതൊരു അരോചകമായിട്ട് തോന്നുകയും ചെയ്യാം. പക്ഷെ അത്തരം ഒരു സന്ദർഭം വരുമ്പോൾ ഞാൻ അവരോട് പറയുക എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, സ്പീഡ് കൂട്ടിയിട്ട് കാണുക. ഒരു 1.5 എക്സിലൊക്കെ കാണുക എന്ന് മാത്രമേ അതിന് പരിഹാരമുള്ളൂ. മറ്റ് ഞാനിങ്ങനെ അനുബന്ധ കാര്യങ്ങൾ എന്തായാലും പറയാതെ ഒരു കണ്ടന്റ് ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ടാണ്. ഓക്കെ, നമുക്കറിയാം, കഴിഞ്ഞ വർഷം 2026-27 അധ്യയന വർഷം തന്നെ മുതൽ ഈ വരുന്ന വർഷം, അതായത് ഇപ്പോ 2026-27 ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സ് തികയണം എന്ന് കഴിഞ്ഞ വർഷം തന്നെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് രക്ഷിതാക്കളൊക്കെ പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം ഒരു കൊല്ലം കൂടി 6 വയസ്സ് തികയാത്ത കുട്ടികളെ അംഗൻവാടിയിൽ ഒരു കൊല്ലം കൂടി ഇരുത്തണം, അല്ലെങ്കിൽ UKGയിൽ ഒരു കൊല്ലം കൂടി ഇരുത്തണം എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലായിരുന്നു അവർ. അപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം ശരിക്കും കേന്ദ്ര കരിക്കുലവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ആ ഒരു പ്രഖ്യാപനം വന്നത്. എന്നാൽ ഇപ്പോ ആ തീരുമാനം മാറ്റിയിട്ടുണ്ട്. അതായത് ഈ വർഷവും ഒന്നാം ക്ലാസ്സിൽ ചേരുന്നതിന് 5 വയസ്സ് പൂർത്തിയായാൽ മതി എന്നാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലിപ്പോൾ ഈ 5 വയസ്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. 5 വയസ്സെന്ന് പറയുന്നത് മിനിമമാണ്. 5-ന് മുകളിലോട്ട് എത്രയായാലും കുഴപ്പമില്ല. 6 വയസ്സായാലും കുഴപ്പമില്ല, 7 വയസ്സായാലും കുഴപ്പമില്ല. പക്ഷെ 5-ൽ കുറയാൻ പാടില്ല. ചില സാഹചര്യങ്ങളിൽ, എൻ്റെ ഒരു അനുഭവത്തിൽ തന്നെ ചില സാഹചര്യങ്ങളിൽ കുട്ടികൾ 7 വയസ്സൊക്കെ ചില വീട്ടിലെ പ്രശ്നങ്ങൾ, വീട്ടിലെ ബുദ്ധിമുട്ടുകൾ, ശാരീരിക സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങളൊക്കെ കാരണം ചില കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേരുമ്പോൾ 7 വയസ്സൊക്കെ ആയി പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ 5 വയസ്സിൽ തന്നെ നിലവിലുള്ള ഒരു റൂൾസ് ഒക്കെ ഞാൻ പറയുന്നത്, 5 വയസ്സിൽ തന്നെ ചില കണ്ടൊണേഷൻ കിട്ടും. അതായത് കണ്ടൊണേഷൻ എന്ന് പറയുന്നത് 3 മാസത്തെ ഇളവ് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു കുട്ടി, പല കുട്ടികളൊക്കെ തന്നെ എപ്പോഴും പണ്ടത്തെ കുട്ടികളൊക്കെ എല്ലാ കുട്ടികളും മാർച്ച് ഏപ്രിൽ മെയ് 3 മാസങ്ങളിലായിരുന്നു ജനിച്ചിരുന്നത്. എവിടെ? തിയററ്റിക്കലി ഡേറ്റ് ഓഫ് ബർത്ത് വരുമ്പോൾ. അതെന്തുകൊണ്ടാ? അവർക്ക് അന്നത്തെ കാലത്ത് ബർത്ത് സർട്ടിഫിക്കറ്റും അങ്ങനെയൊന്നുമില്ല. രക്ഷിതാവ് പറയുന്നതാണ് പ്രായം, രക്ഷിതാവ് പറയുന്നതാണ് ഡേറ്റ് ഓഫ് ബർത്ത്. അല്ലെങ്കിൽ ഹെഡ് മാഷിന് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് തീരുമാനിക്കണമെങ്കിൽ വേണമെങ്കിൽ തീരുമാനിക്കാം. അങ്ങനെയായിരുന്നു ഒരു കാലഘട്ടം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വയസ്സ് തികയുന്നവർ വേണ്ടിയിട്ട് എപ്പോഴും നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും മിക്കവാറും അന്നത്തെ ആൾക്കാർ ചേർത്തിട്ടുണ്ടാവുക. അപ്പൊ കാലങ്ങൾക്ക് ശേഷമാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ നിർബന്ധമായത്. അപ്പൊ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മളൊരു കുട്ടിയെ ചേർക്കുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റുമായി ചെന്ന് ചേർക്കുമ്പോൾ ആ കുട്ടിക്ക് 4 വർഷവും 9 മാസമേ തികഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ 5 വയസ്സിന് 3 മാസത്തെ കുറവുണ്ട് ഒരു കുട്ടിക്ക്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, 4 വർഷം അവന്റെ പ്രായം 4 വർഷവും 9 മാസവുമാണ്. അവന് 3 മാസം കൂടി വേണം 5 വയസ്സാകാൻ. ആ കുട്ടിക്ക് വേണമെങ്കിൽ ഒരു ഇളവ് അനുവദിക്കും. ആ ഇളവ് എന്ന് പറയുന്നത് 3 മാസം വരെ മാത്രമേ കിട്ടുള്ളൂ. അത് പരമാവധി 3 മാസം വരെ മാത്രമേ കിട്ടുള്ളൂ. എങ്ങനെ? ഈ കുട്ടി ഇപ്പൊ 4 വർഷവും 9 മാസവും ആയ കുട്ടിക്ക് കുട്ടിയുടെ രക്ഷിതാവ് വിചാരിക്കുകയാണ്, എൻ്റെ കുട്ടിയെ എന്തായാലും ഒന്നാം ക്ലാസ്സിൽ ചേർക്കാം. അങ്ങനെ ചിന്തിക്കാം. അല്ല എങ്കിൽ
എൻ്റെ കുട്ടിക്ക് 4 വർഷവും 9 മാസവും അല്ലേ ആയിട്ടുള്ളൂ, അവനെ അടുത്ത വർഷം ചേർക്കാം എന്നും ചിന്തിക്കാവുന്നതാണ്, ഏത് വിധത്തിലും ചിന്തിക്കാം. പക്ഷേ നമ്മൾ ഈ വർഷം ഈ 4 വർഷവും 9 മാസവും ആയപ്പോൾ നമ്മൾ ചേർക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രത്യേക അനുമതി ആവശ്യമാണ്. അതൊരു കണ്ടോണേഷൻ കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ഒരു ഇളവ് അവിടെ കിട്ടിയേ പറ്റൂ. ആ ഇളവ് ആര് തരുമെന്ന് പറഞ്ഞാൽ ആ ബന്ധപ്പെട്ട സ്കൂളിന്റെ പരിധിയിലുള്ള AEO ആണ് അതിൻ്റെ ഇളവ് അനുവദിക്കുന്നത്. അപ്പോൾ രക്ഷിതാവിൻ്റെ ഒരു അപേക്ഷ ഹെഡ് മാസ്റ്റർ മുഖാന്തരം AEOയ്ക്ക് സമർപ്പിച്ചാൽ ആ AEO 3 മാസം വരെയുള്ള പ്രായത്തിലുള്ള കുറവ് അനുവദിച്ചു കൊടുക്കും. അപ്പോൾ ഒരു കുട്ടിക്ക് 1 മാസമാണെങ്കിൽ AEO അനുവദിക്കും, 2 മാസം അനുവദിക്കും, 2.5 മാസമാണെങ്കിലും അനുവദിക്കും, 3 മാസമാണെങ്കിലും അനുവദിക്കും. എന്നാൽ 3.5 മാസമാണെങ്കിൽ അനുവദിക്കില്ല. അപ്പോൾ അതിന് 3 മാസം വരെയുള്ള ഒരു ഇളവ് അനുവദിക്കാനുള്ള പ്രൊവിഷനേ ഉള്ളൂ എന്നതാണ് പറയാനുള്ളത്. അപ്പോൾ അത്തരത്തിൽ ആർക്കെങ്കിലും ചേരണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ 4 വർഷം 9 മാസമായ കുട്ടിയെ 1-ാം ക്ലാസ്സിലേക്ക് ചേർക്കാതിരിക്കുന്ന നല്ലത്, അവനെ അടുത്ത കൊല്ലം ചേർക്കുന്നത് നന്നാവുമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. എന്നാൽ അങ്ങനെ ചേർക്കുമ്പോൾ എൻ്റെ കുട്ടിയുടെ വർഷം ഒന്നും നഷ്ടപ്പെടില്ലേ എന്നാരെങ്കിലും ചിന്തിച്ചാൽ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഇളവ് മേടിച്ചിട്ട് സ്കൂളിലെ 1-ാം ക്ലാസ്സിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ അത് രക്ഷിതാവാണ് അപേക്ഷിക്കേണ്ടത്. അത് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പറഞ്ഞു തരും. ഹെഡ് മാസ്റ്ററുടെ ഒരു ലെറ്ററും രക്ഷിതാവിൻ്റെ ഒരു അപേക്ഷയും ഒക്കെയായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഉണ്ടായിരിക്കണം. ആ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയുമായിട്ട് ആധാർ, ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ ആയിട്ട് AEOയ്ക്ക് അപേക്ഷ സമർപ്പിച്ചാൽ AEO ഉത്തരവായിട്ട് ഇറക്കും. ഈ കുട്ടിക്ക് ഇളവ് അനുവദിച്ചുകൊണ്ട് ഉള്ള ഉത്തരവിറക്കും. നമുക്ക് ഈ പ്രായത്തിൽ 4 വർഷവും 9 മാസവും ഉള്ള കുട്ടിക്ക് സ്കൂളിലെ 1-ാം ക്ലാസ്സിൽ ചേരാവുന്നതാണ്. ഇനി സ്വാഭാവികമായിട്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം മാറ്റേണ്ട, 5 വയസ്സ് തന്നെ ഉള്ള കുട്ടികൾക്ക് ചേർക്കാമെന്ന തീരുമാനം വന്നതെന്ന് വെച്ചാൽ, ഈ 5 വയസ്സിൽ നിന്ന് 6 വയസ്സിലേക്ക് പെട്ടെന്ന് മാറ്റം വരുമ്പോൾ 1-ാം ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണം ഗണ്യമായിട്ട് കുറയും. ഇത്രയും കാലം 5-ാം ക്ലാസ് 5-ാമത്തെ വയസ്സിൽ 5 വയസ്സ് പൂർത്തിയാവുമ്പോൾ 1-ാം ക്ലാസ്സിൽ ചേർത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ പെട്ടെന്ന് ഈ 5-ൽ നിന്ന് 6 നിർബന്ധമാക്കുമ്പോൾ 1-ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ഗണ്യമായിട്ട് കുറയും. അത് LP സ്കൂളിലെ അധ്യാപക തസ്തികകളെ ബാധിക്കും. ആ തസ്തിക ഇല്ലാണ്ടായി പോവും. അവിടെ കുട്ടികൾ കുറയുന്ന കുട്ടികൾക്കനുസരിച്ചാണ് അധ്യാപക തസ്തിക. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ബാധിക്കുക LP സ്കൂൾ അധ്യാപകരെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കഴിഞ്ഞ വർഷം 1-ാം ക്ലാസ്സിൽ ഒരു സ്കൂളിലെ 1-ാം ക്ലാസ്സിൽ 35 കുട്ടികൾ ഉണ്ടായിരുന്നു. ആ 35 കുട്ടികൾ ഉണ്ടായിരുന്നപ്പോൾ അവിടെ 2 ഡിവിഷൻ ഉണ്ട് 1-ാം ക്ലാസ്സിൽ. 1-ാം ക്ലാസ്സിൽ 2 ഡിവിഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ 2 LP ടീച്ചേഴ്സ് ഉണ്ടാവും അവിടെ. ഒരു ഡിവിഷന് ഒരു ടീച്ചറാണ് LPയിൽ. UPയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ 35 കുട്ടികൾക്ക് 2 ഡിവിഷൻ. അവിടെ 2 LPST പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഈ വർഷം അങ്ങനെ വന്നപ്പോൾ ഫോർ എക്സാമ്പിൾ 29 പോയി എന്ന് വിചാരിക്കുക. കുട്ടികളുടെ എണ്ണം 35-ൽ നിന്ന് 29 ആവുമ്പോൾ എന്താ കുഴപ്പം വരിക? ഒരു ഡിവിഷനേ ഉണ്ടാവുള്ളൂ. ആ ഒരു ഡിവിഷൻ ആയിപ്പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഡിവിഷൻ കുറഞ്ഞു. ഫലത്തിൽ ഒരു LPST അധ്യാപിക തസ്തികയിലുള്ള അധ്യാപിക പുറത്തേക്ക് പോകേണ്ടി വരും. ഇതാണ് അവിടെ പ്രശ്നം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ വർഷവും 1-ാം ക്ലാസ്സിൽ ചേരുന്നതിന് 5 വയസ്സ് മതി എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ ഈ 6 വയസ്സ് വരെ കുട്ടികൾ അംഗൻവാടിയിലും LKG UKGയിലും ഒക്കെ തന്നെ വീണ്ടും ഇരിക്കേണ്ടി വന്നേനെ. ഇനി പൊതുവെ ഇപ്പോൾ ഉള്ള നമ്മുടെ ഈ കാലഘട്ടത്തിൽ മിക്കവാറും ഇപ്പോൾ വീണ്ടും 5-ൽ നിന്ന് 6 വയസ്സാവുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടിക്ക് 3 വയസ്സാവുമ്പോൾ ആ കുട്ടിയെ എന്ത് ചെയ്യുന്നു? അംഗൻവാടിയിൽ വിടുന്നു. ഇപ്പോൾ അംഗൻവാടിയൊക്കെ വലിയ സംവിധാനത്തോടു കൂടിയുള്ള ഭക്ഷണം, പോഷകാഹാരം, സൗകര്യങ്ങൾ, കളിസ്ഥലം, പ്ലേ സ്കൂള് ഒക്കെ പോലെ നല്ല വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ് മിക്കവാറും അംഗൻവാടികളൊക്കെ തന്നെ. അപ്പോൾ ഈ അംഗനവാടികളൊക്കെ അപ്പോൾ 3 വയസ്സ് പൂർത്തിയാകുമ്പോൾ അവിടെ ചേരണമെങ്കിൽ കുട്ടിക്ക് 3 വയസ്സ് പൂർത്തിയായിരിക്കണം. ആ 3 വയസ്സ് പൂർത്തിയായാൽ കുട്ടി അംഗനവാടിയിൽ പോകുന്നു. മിക്കവാറും LP സ്കൂളിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പ്രീ പ്രൈമറി ഉണ്ട്. അതിന് LKG UKG എന്നൊക്കെ പറയുന്ന പ്രീ പ്രൈമറി 2 വർഷം.
അപ്പോൾ 4 വയസ്സാകുമ്പോൾ ആ കുട്ടി എന്ത് ചെയ്യുന്നു? അംഗൻവാടിയിൽ നിന്ന് നേരെ LP സ്കൂളിനോട് ബന്ധിപ്പിച്ചിരിക്കുന്ന LKGയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പ്രീ പ്രൈമറിയിലേക്ക് പോകുന്നു. പിന്നെ 5 വയസ്സിൽ അവൻ UKGയിലെത്തുന്നു. ഇംഗ്ലീഷ് മീഡിയം ആയാലും അല്ലെങ്കിലും ഒക്കെ തന്നെ. അപ്പോൾ അംഗൻവാടിയിൽ 1 വർഷവും പ്രീ പ്രൈമറിയിൽ 2 വർഷവും കഴിഞ്ഞ് ശരിക്കും അതിലൂടെ കടന്നു പോകുന്ന കുട്ടി 6-ാമത്തെ വയസ്സിൽ തന്നെയാണ് ഇപ്പോൾ പിന്നെ 1-ാം ക്ലാസ്സിൽ ചേരുന്നത്. എന്നാൽ അല്ലാത്ത കുട്ടികളും ഉണ്ട്. അംഗൻവാടിയിൽ 2 വർഷം ഇരുന്നിട്ട് 5-ാം ക്ലാസ്സിൽ നേരിട്ട് പോകുന്ന കുട്ടികളുണ്ട്. മറ്റൊരു വിഭാഗം കുട്ടികൾ എന്ന് പറഞ്ഞാൽ അംഗനവാടിയിൽ ചേരുന്നത് 4-ാമത്തെ വയസ്സിലാണ്. അങ്ങനെ കുട്ടികളുണ്ട്. 4-ാമത്തെ വയസ്സിൽ അംഗൻവാടിയിൽ ചേർന്ന് ആ കുട്ടി 5 വയസ്സ് പൂർത്തിയാവുമ്പോൾ 1-ാം ക്ലാസ്സിൽ ചേരും. അപ്പൊ പൊതുവെ ഏറ്റവും കൂടുതൽ കുട്ടികളെ കാണുന്നത് ഇങ്ങനെയാണ്: 1 വർഷം അംഗൻവാടി, 2 വർഷം പ്രീ പ്രൈമറി. അപ്പൊ നല്ല മിടുക്കന്മാരായിട്ടാണ് എല്ലാ അറിവുകളും ഒരു 1-ാം ക്ലാസ്സിലെ കുട്ടിക്ക് വേണ്ട എല്ലാ അറിവുകളും ആർജിച്ചതിന് ശേഷമാണ് ശരിക്കും ആ കുട്ടി 1-ാം ക്ലാസ്സിലേക്ക് പോകുന്നത്. ഇപ്പോഴത്തെ കാലത്ത്. പണ്ടത്തെ കാലത്തോ അംഗൻവാടിയും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ 1-ാം ക്ലാസ്സിലാണ് കരഞ്ഞും വിളിച്ചു ആദ്യമായിട്ട് നമ്മൾ ഈ സ്കൂളിലേക്ക് എത്തുന്നത്. അവിടെ നിന്നാണ് നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ഇപ്പോ കാലാവസ്ഥ പിന്നെ കാലഘട്ടം ഒരുപാട് മാറ്റം വന്നു. നമ്മൾ കുട്ടികളൊക്കെ തന്നെ വളരെ മിടുക്കന്മാരായിട്ടാണ് ഇപ്പോൾ. പഠിക്കാനുള്ള സൗകര്യമുണ്ട്, അതിങ്ങനെ പറഞ്ഞു വിടാനുള്ള സ്ഥാപനങ്ങളുണ്ട്, ഒക്കെയുണ്ട്. എല്ലാ സൗകര്യങ്ങളും അതെല്ലാം മനുഷ്യര് ഉപയോഗിക്കുകയാണ്. കൃത്യമായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഉപയോഗിക്കുകയാണ്. ഇനിയിപ്പോ വേറൊരാൾ ചോദിച്ചിരുന്നു, ഏതാണ് നല്ലത്, 5-ാം ക്ലാസ്സിൽ ചേരുന്നതാണോ 6-ാമത്തെ വയസ്സിൽ ചേരുന്നതാണോ നല്ലത് എന്ന് എന്നോട് ചോദിച്ചാൽ അത് ആ കുട്ടിയുടെ ഒരു പൊട്ടൻഷ്യലിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാ ഞാൻ പറയാം. കുട്ടി ഒരു പിന്നെ അവന് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അവനെ 5-ാം ക്ലാസ്സിൽ തന്നെ ചേർക്കുന്നതാണ് നല്ലത്. വർഷമൊന്നും പോവില്ലല്ലോ. ഇനി കുട്ടികൾ ലേശം ഒരു സ്ലോ ആയിട്ടാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ ഒരു പൊട്ടൻഷ്യലിലൊക്കെ ലേശം കുറവുണ്ടെങ്കിൽ, എല്ലാവരും ഒരേ പൊട്ടൻഷ്യൽ ഉള്ളവരൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പം നമ്മളിത് കുറച്ച് ട്രെയിനിങ്ങും പ്രാക്ടീസും ഒക്കെ കഴിഞ്ഞ് കുട്ടികൾ അങ്ങ് റെഡിയായി വരിക ചെയ്യുന്നത്. ആ കുട്ടികളെ പിന്നെ സാധാരണഗതിയിൽ 6-ാം ക്ലാസ്സിൽ 6-ാമത്തെ വയസ്സിൽ ചേർക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതൊന്നും നമ്മൾ പറയേണ്ടതില്ല. കുട്ടിയുടെ ഒരു എബിലിറ്റി എന്താണോ, ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു സമയത്ത് ഒരു കോഴ്സ് വരെ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. ഒരേ സമയത്ത് തന്നെ ഒന്നിലധികം കോഴ്സുകൾക്ക് നമ്മൾക്ക് പഠിക്കാം. അത് അവൻ്റെ കഴിവാണ്. അതിനുള്ള അവസരം പോലും വന്നിരിക്കുന്നു. ഡബിൾ പ്രൊമോഷന്റെ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ അവനെ 5-ാം ക്ലാസ്സിൽ നേരത്തെ, നമ്മളെ കേരളത്തിൽ വന്നിട്ടില്ല എന്നേ ഉള്ളൂ, നേരിട്ട് 9-ാം ക്ലാസ്സിലേക്കോ 8-ാം ക്ലാസ്സിലേക്കൊക്കെ കടത്തിവിടാവുന്ന ഒരു സിസ്റ്റം വരാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഈ പ്രായത്തിലൊന്നും ഒരു കഥയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഞാൻ വെറുതെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടന്റ് ഇത് മാത്രമായിരുന്നു. 1-ാം ക്ലാസ്സിൽ ഈ വർഷവും 5 വയസ്സ് ചേർക്കാൻ വേണ്ടി, 1-ാം ക്ലാസ്സിൽ ചേർക്കാൻ വേണ്ടി 5 വയസ്സ് മതി എന്ന ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ മാത്രമാണ് ഈ ചെയ്തത്. അതിനോടനുബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.